ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്ത മാർബിൾ കേക്കാണ്. വളരെ ടേസ്റ്റായ കേക്കാണിത്. ഇതുണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നല്ല സോഫ്റ്റായ കേക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുക്കർ ബട്ടർ പേപ്പർ ഓയിൽ ഗ്രേസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇത് നന്നായി ഒരു 3 പ്രാവശ്യം അരച്ചെടുക്കാം. ഒരു 1/4 കപ്പ് പഞ്ചസാര നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു 3 മുട്ട അതിൻ്റെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. $85 ml 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിലോട്ട് ഒഴിച്ച് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇനി നമുക്ക് ഓയിൽ എടുത്ത് അതേ കപ്പിൽ തന്നെ 85 ml പാല് കൂടി എടുത്ത് കുറേശ്ശെ ഇതിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മൈദയുടെ മിക്സും കൂടി കുറേശ്ശെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് ബാറ്റർ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് പിസ്ത എസൻസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച കുക്കറിലേക്ക് ഓരോ ലെയറായിട്ട് ഒഴിച്ചു കൊടുത്ത് കേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പയ്യെ എടുത്ത് പുറത്ത് വയ്ക്കാം. നല്ല ചൂടുണ്ട്. കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കിയ പിസ്ത മാർബിൾ കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി കേക്കാണിത്.